Good morning, students. We tangents and normals to the conic section discuss ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ parametric representations of conic sections പഠിച്ചു. Standard parabola, ellipse and hyperbola parametric equations അല്ലെങ്കിൽ parametric coordinates discuss ചെയ്തു. Parametric coordinates in terms നമ്മൾ equation of chord, equation of tangent, equation of normal ഈ പറഞ്ഞ മൂന്ന് സ്റ്റാൻഡേർഡ് കോണിക് സെക്ഷൻസിന്റെയും ഡിറൈവ് ചെയ്തു, അത് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ് ഉള്ളത്. അതിൽ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അടുത്ത രണ്ടാമത്തെ പ്രോബ്ലം ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ ചെയ്തതാണ്. അടുത്ത പ്രോബ്ലം അതും ചെയ്തതാണ് കേട്ടോ, സോറി. അടുത്തൊരു പ്രോബ്ലം നോക്കാം. If the normals at 2 points of a parabola intersect on the curve, show that the product of ordinates of the points is 8a square. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു. ഒറ്റ വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യണ്ടേ? നിങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നതിൻ്റെ ഒപ്പം പറ്റുമെങ്കിൽ ഒന്ന് വരച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അവർ പറയുന്ന പോലെ തന്നെ ഒന്നും വരക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മള് ഈ പ്രോബ്ലം നോക്കുമ്പോൾ ആദ്യം ഒന്ന് വായിച്ചു. ഞാൻ നമുക്ക് ഒന്നും കൂടെ ഒരു വ്യക്തത കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ വായിക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമുക്കൊന്ന് വരച്ചു പോവാം. അപ്പോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദ നോർമൽസ് അറ്റ് 2 points ഓഫ് എ പരാബോള. അപ്പോൾ പരാബോളനെ പറ്റിയാണ്. നമുക്ക് ആദ്യം ഒരു പരാബോള വരയ്ക്കാം. സ്റ്റാൻഡേർഡ് പരാബോള ആയിരിക്കാം, കാരണം ഇവിടെ വേറെ പരാബോളയുടെ ഇക്വേഷൻ എഴുതിയിട്ടില്ല. നോർമൽസ് അറ്റ് 2 points ഓഫ് എ പരാബോള എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് പരാബോള y = 4x എടുക്കാം, കാരണം ഒരു പെർട്ടിക്കുലർ പരാബോള ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടിട്ട്. അതിലെ 2 പോയിന്റ്സിലെ നോർമൽസ്, ഓക്കെ, എന്നിട്ട് എന്താ പറയുക, 2 പോയിന്റ്സിലെ നോർമൽസ് ഇന്റർസെക്ട് ഓൺ ദ കർവ്. കർവ് എന്ന് പറയുന്നത് ഇവിടെ പരാബോള തന്നെ ആയിരിക്കണം. വേറെ കർവിനെ പറ്റിയൊന്നും ഇവിടെ സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ പരാബോളയിൽ തന്നെ ഇന്റർസെക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഒന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടി വരച്ചേക്കണോ നോക്കിക്കേ. സ്റ്റാൻഡേർഡ് പരാബോള നമ്മുടെ ഈ നോട്ടിൽ നോക്കിക്കേ. സ്റ്റാൻഡേർഡ് പരാബോള ഇവിടെ വരച്ചു. അതിൽ 2 പോയിന്റ്സ് എടുത്തു. T1 T2 എന്ന് പാരാമെട്രിക് കോർഡിനേറ്റ്സ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ പോയിന്റ്സിന്റെ പാരാമീറ്റർ എടുക്കാം. T1 T2 എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് എടുത്തു. T1 നോർമലും T2 നോർമലും വരച്ചു. ഇവ രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് പരാബോളയിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ഇഫ് ദ നോർമൽസ് അറ്റ് 2 points ഓഫ് എ പരാബോള ഇന്റർസെക്ട് ഓൺ ദ കർവ്. അപ്പോൾ ഓൺ ദ പരാബോള തന്നെയാണ് ഈ നോർമൽസ് ഇന്റർസെക്ട് ചെയ്യണം. അങ്ങനത്തെ പോയിന്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. T1 and T2 എങ്ങനത്തെ പോയിന്റ്സ് ആണ്? T1 നോർമലും T2 നോർമലും കൂടെ ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് നോർമൽസ് അറ്റ് T1 ആൻഡ് T2 is again a point on the same parabola. അപ്പൊ അതും പരാബോളയിലെ പോയിന്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് പാരാമെട്രിക് കോർഡിനേറ്റ്സ് എഴുതാം. T3 എന്നാണ് പാരാമീറ്റർ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് T1 എന്ന് എടുത്തു നമ്മള്, അല്ലേ? സ്റ്റാൻഡേർഡ് പരാബോള കൺസിഡർ ചെയ്തു. പരാബോളയിലെ 2 പോയിന്റ്സിലെ നോർമൽസ് P എന്നുള്ള പോയിന്റും Q എന്നുള്ള പോയിന്റും കൺസിഡർ ചെയ്തു. Pയിലെ നോർമൽ വരച്ചു, Qയിലെ നോർമൽ വരച്ചു. ഈ Pയിലെ നോർമലും Qയിലെ നോർമലും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാണ്? പരാബോളയിൽ തന്നെ ഒരു പോയിന്റിലാണെന്നാണ് തന്നിട്ടുള്ളത്. നമ്മളത് അതിനനുസരിച്ചിട്ടാണ്. ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഈ നോർമലും കൂടെ വരുമ്പോൾ അതും കൂടെ ഇവിടെ ഇന്റർസെക്ട് ചെയ്യണം. R എന്നുള്ള പോയിന്റിൽ അവർ ഇന്റർസെക്ട് ചെയ്യുന്ന വിചാരിക്കുക. അപ്പൊ PQ R മൂന്നും പരാബോളയിലെ തന്നെ പോയിന്റ്സ് ആണ്. അപ്പൊ Pയുടെ പരാബോളയിലെ പോയിന്റ്സ് ആയതുകൊണ്ടിട്ട് നമുക്ക് അതിന്റെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് 281 സ്ക്വയർ 281 എടുക്കാം. Pനെ 82 സ്ക്വയർ 282 എന്ന് എടുക്കാം. Qനെ Rനെ നമുക്ക് T3 സ്ക്വയർ 2AT3 എന്നെടുക്കാം. ഓക്കെ, ഇനി എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ നോക്കാം ക്വസ്റ്റ്യനിലേക്ക്. ഷോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ്
ഷോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഓർഡിനേറ്റ്സ്, എന്താണ് ഈ ഓർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ y കോർഡിനേറ്റിനെയാണ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഷോ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ഓർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് ഇസ് 8a². അപ്പോൾ ഏത് പോയിന്റ്സ്, ഓർഡിനേറ്റ്സ്, പ്രോഡക്റ്റ് ഓഫ് ദി ഓർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് ഏത് പോയിന്റ്സ് ആണാവോ? അപ്പൊ മുകളിൽ എന്തെങ്കിലും പോയിന്റിനെ പറ്റിയാണ് പറഞ്ഞിട്ടില്ലേ നോക്കിയാൽ മതി. നോർമൽസ് അറ്റ് 2 points ഓഫ് എ പരബോള. അപ്പൊ ഏതോ രണ്ട് പോയിന്റ്സിലെ നോർമൽസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ പോയിന്റ്സിനാണ് പിയും ക്യൂ എടുത്തത്. പിയിലെയും ക്യൂയിലെയും നോർമൽ ഇന്റർസെക്ട് ചെയ്യുന്ന പരബോളയിൽ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ പിയും ക്യൂ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് പോയിന്റ്സ്. പിയിലെയും ക്യൂയിലെയും ഓർഡിനേറ്റ്സിന്റെ പ്രോഡക്റ്റ്, അതായത് പിന്റെയും ക്യൂവിന്റെയും y കോർഡിനേറ്റ്സിന്റെ പ്രോഡക്റ്റ് ഓഫ് ഓർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്റെ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പിയുടെ y കോർഡിനേറ്റ്, ക്യൂവിന്റെ ഓർഡിനേറ്റ് ക്യൂവിന്റെ y കോർഡിനേറ്റ്, ഇവരുടെ രണ്ടിന്റെയും കൂടെയുള്ള പ്രോഡക്റ്റ് 2a_t1 ഇൻറ്റു 2a_t2. ഈ പ്രോഡക്റ്റ് എന്താണെന്നാ പ്രൂവ് ചെയ്യണ്ടേ? 8a² ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 8a². So this is equal to 8a² എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് ആക്ച്വലി 4a² t1 t2 left to prove. That is to prove 4a² into t1 t2 is equal to 8a². അതായത് equivalently we have to prove t1 t2 is equal to 2 അല്ലേ? t1 t2 is equal to 2 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദിസ് ഇസ് വാട്ട് ടു ബി പ്രൂവ്ഡ്. t1 t2 is equal to 2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രോബ്ലം തുടങ്ങുമ്പോൾ കൺസിഡർ ഏതാണ് കോണിക് സെക്ഷൻ എന്നുള്ളത് എടുക്കുക. ആ കോണിക് സെക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് 1 എന്ന് മാർക്ക് ചെയ്യാം. എല്ലാ പ്രോബ്ലവും നമ്മൾ അങ്ങനെയാണ് തുടങ്ങിയത് അല്ലേ? 1 എന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുത്തെ 2 പോയിന്റ്സ് എടുക്കുന്നുണ്ട്. 2 പോയിന്റ്സ് ലെറ്റ് പി ആൻഡ് ക്യൂ ബി 2 points on the parabola. Suppose that normal at P and normal at Q intersect at a point on the parabola itself. Let it be R. എന്താ പറഞ്ഞത്? Suppose that, ഇപ്പം നമ്മുടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ്. Suppose that the normal at P and normal at Q intersect at a point, say R, which is a point on the same parabola. അപ്പോൾ പിയും ക്യൂവും ആറൊക്കെ പരാബോളയിലെ പോയിന്റ്സ് ആയതുകൊണ്ട് we can take P is equal to 81 square to 81. Let Q is equal to 82 square to 82 and R is equal to 83 square to 83. We have to prove product of the ordinates of P and Q, which is 281 into 282, which is equal to 4a square t1 t2. We have to prove it is equal to 8a². That is, we have to prove t1 t2 is equal to 2. അപ്പോൾ അത്രയും എഴുതി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള കണ്ടീഷൻസിൽ നിന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കാം. നമുക്ക് 2-3 കാര്യങ്ങൾ പറയാം. അതായത് നോർമൽ അറ്റ് പി കോഡ് ജോയിനിങ് പി ആൻഡ് ആറും സെയിം ആണ്. അതുപോലെ നോർമൽ അറ്റ് ക്യൂ തന്നെയാണ് കോഡ് ക്യൂ ആർ. ഈ 2 കാര്യങ്ങൾ നമുക്ക് പറയാം. അതായത് ആറും പരാബോളയിലെ പോയിന്റ് തന്നെ ആയതുകൊണ്ട് പി ആർ എന്ന് പറയുന്ന ലൈൻ ഇസ് എ കോഡ് പി ആർ. ക്യൂ ആർ എന്ന് പറയുന്നതും ഇസ് എ കോഡ് ഓഫ് ദി പരാബോള. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗിവൻ ദാറ്റ് ദീസ് ആർ നോർമൽസ്. നോർമൽ അറ്റ് പി ആണ് പി ആർ, നോർമൽ അറ്റ് ക്യൂ ആണ് ക്യൂ ആർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. പി ആറിനെ പറ്റി പറയുമ്പോൾ പി ആറിന് 2 ഇക്വേഷൻ നമുക്ക് എഴുതാം. പി ആർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നോർമൽ അറ്റ് പിയുമാണ്, കോഡ് പി ആറും ആണ്, കോഡ് ജോയിനിങ് പി ആൻഡ് ആറും ആണ്. ഓക്കെ, അപ്പോൾ കോഡ് പി ആറിന്റെ ഇക്വേഷനും നോർമൽ അറ്റ് പിയുടെ ഇക്വേഷനും എഴുതി 2 ഇക്വേഷൻ നമുക്ക് പി ആറിന് കിട്ടും. കോഡ് പി ആറിന്റെ ഇക്വേഷൻ എന്താണ്? P is a point with parameter t1.
R എന്ന് പറഞ്ഞാൽ T3. ഓക്കെ, അപ്പോൾ T1 ഉം T3 ഉം ജോയിൻ ചെയ്യണ കോഡിന്റെ ഇക്വേഷൻ എന്താണ്? പരാബോളയുടെ കോഡിന്റെ ഇക്വേഷൻ y into T1 plus T3 equals 2x plus 2a T1 T3. നോർമൽ അറ്റ് ബിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഇതൊക്കെ പാരാമെട്രിക് കോർഡിനേറ്റ്സ് പഠിച്ചതാണ്. ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? ടാൻജന്റ് ഇക്വേഷൻ, നോർമൽ ഇക്വേഷൻ ഒക്കെ. പരാബോളയുടെ നോർമൽ ഇക്വേഷൻ എന്താണ്? y plus x T1 is equal to 2a T1 plus a T1 cube. This is the equation of normal at the point T1. അപ്പോൾ ഇവിടെ T3 എന്നുള്ള പോയിന്റ്, T1ലെ പോയിന്റ് തന്നെയാണ് അല്ലേ? പിയിലെ നോർമൽ അറ്റ് പി എന്ന് പറഞ്ഞാൽ AT1 square 2AT1. So we can write this equation as same as normal at P. What is normal at P? Y plus x T1 equal to 2AT1 plus AT1 cube. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻസിൻ്റെ റേഷ്യോ ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വൈയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള T1 പ്ലസ് T3 രണ്ടാമത്തെ ഇക്വേഷനിൽ 1, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 2, രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്കത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരുമിച്ച് ഒരേപോലെ എടുത്തിട്ട് -T1 എഴുതാം. കോൺസ്റ്റൻ്റ് ആവും. ആദ്യത്തെ ഇക്വേഷനിൽ 2AT1 T3 ആണ്. രണ്ടാമത്തെ ഇക്വേഷനിൽ അത് 2AT1 പ്ലസ് AT1 ക്യൂബാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കണ്ടീഷൻ കിട്ടും. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ ഉണ്ടായ പോലെ തന്നെ T1 പ്ലസ് T3 ഈസ് ഈക്വൽ ടു 2 - T1 എന്ന് പറഞ്ഞാൽ എനിക്ക് T3 ഈസ് ഈക്വൽ ടു -T1 - 2/T1 എന്ന് എഴുതാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്തതാണ്. നോർമൽ അറ്റ് എ പോയിന്റ് P meets the curve again at a point R, then അവരുടെ പാരാമീറ്റേഴ്സ് T1 ഉം T2 ആണെങ്കിൽ ആ T2 എന്ന് പറയുന്നത് -T1 - 2/T1 ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ഇതേപോലെ തന്നെ നമുക്ക് ക്യൂവിൻ്റെയും ആറിൻ്റെയും കേസിലും പ്രൂവ് ചെയ്യാം. കാരണം കോഡ് QR എന്ന് പറയുന്നത് കോഡ് QR തന്നെയാണ് നോർമൽ അറ്റ് Q. നോർമൽ അറ്റ് Q is same as കോഡ് QR. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഇക്വേഷൻ ഇവിടെ കിട്ടും. കോഡ് QR is same as നോർമൽ അറ്റ് Q. ഇത് തന്നെ ഒരു വ്യത്യാസം എന്താണുള്ളത്? വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് കോഡ് QR? y into T1 പ്ലസ് അല്ല T1 അല്ല T2 പ്ലസ് T3 എന്ന് വരും അല്ലെ? ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് AT1 സ്ക്വയർ ടു AT2 സ്ക്വയർ ടു AT2 ആണ്. അപ്പോൾ ഇതേ സംഭവം തന്നെ വിത്ത് ഒരു ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. T1 വരെ ഇവിടെ T2 വരുന്നുള്ളൂ. അങ്ങനെ T3ക്ക് രണ്ട് എക്സ്പ്രഷൻ കിട്ടി. എന്തൊക്കെ കിട്ടി? T3 is equal to -T1 - 2/T1 എന്നും കിട്ടി. T3 is equal to -T2 - 2/T2 എന്നും കിട്ടി. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -T1 - 2/T1 is equal to -T2 - 2/T2 എന്ന് എഴുതാം. എന്താ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്? T1 T2 is equal to 2 എന്നല്ലേ? അത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നാണ് തോന്നണേ. കാരണം ഇത് ഒരുമിച്ച് ഒരു സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് T1 - T2 ഒരു സൈഡിലേക്ക് എടുത്തു, റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ലെഫ്റ്റ് സൈഡിലപ്പോൾ ബാക്കി വരുന്നത് 2/T2 - 2/T1. അതായത് T1 - T2 ഈക്വൽസ് LCM T1 T2 ആണ്. 2T1 - 2T2. അതായത് T1 T2 ഈക്വൽസ് അല്ല T1 - T2 ഈക്വൽസ് 2 into T1 - T2 divided by T1 T2. Since T1 and T2 are two distinct points, since P and Q are two distinct points, T1 not equal to T2, so we can
cancel, അല്ലെങ്കിൽ we can divide this equation throughout by t1 minus t2. Since t1 minus t2 is non-zero, then we will get 1 is equal to 2 by t1 t2, or t1 t2 is equal to 2. Cross multiply that t1 t2 is equal to 2. Then നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന 2a t1 into 2a t2 എന്ന് പറയുന്നത് 4a square into t1 t2 എന്നുള്ളത് 4a square into 2, അതായത് 8a square എന്ന് കിട്ടും. അതാണ് നമുക്ക് നമ്മളോട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. മനസ്സിലായോ? അതിവിടെ എഴുതിയിട്ടുണ്ട്. നോർമൽ അറ്റ് t1 ഇക്വേഷൻ എഴുതി, നോർമൽ അറ്റ് t2 ഇക്വേഷൻ എഴുതി. ഇതിൽ ഞാൻ എഴുതിയ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേക്കണ പോലെ തന്നെ വീഡിയോ കേട്ട് എഴുതാം. കാരണം ഇതിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പ്രൂവ് ചെയ്തിട്ടുള്ളത് ഇവിടെ യൂസ് ചെയ്തേക്കാണ്. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ഇങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നോർമൽ അറ്റ് എ പോയിന്റ് ടു ദ പരാബോള മീറ്റ്സ് ദ കർവ് അഗെയിൻ അറ്റ് t2, ദെൻ t2 is equal to minus t1 minus 2 by t1 എന്ന് പ്രൂവ് ചെയ്തത് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഓർത്തിരിക്കണമെന്നില്ല. ഓർത്തിരിക്കണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. പക്ഷെ ഓർത്തിരിക്കണില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കേട്ടിട്ട് നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. Prove that 3 normals can be drawn to a parabola from any point in the plane and that the sum of the ordinates of the feet of the normals is 0. As usual ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതൊരു പ്രാവശ്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവണമെന്നില്ല. കാരണം ജോമെട്രിയാണ്, പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാം. പക്ഷെ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്താ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടെ വായിക്കേണ്ടി വരും അല്ലേ? അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു പേപ്പറിൽ നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതാൻ കൂടെ ചെയ്യാം. പ്രൂവ് ദാറ്റ്, എന്തോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. 3 normals can be drawn to a parabola. പരാബോളയെ പറ്റിയാണ്. സ്റ്റാൻഡേർഡ് പരാബോള തന്നെ നമുക്ക് വരച്ചു വെക്കാം. പരാബോളയെ പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത് നോക്കാം. പരാബോളയെ പറ്റിയാണ്. So consider the standard parabola y square equal to 4ax എന്ന് പറഞ്ഞ് ഈ പ്രോബ്ലം തുടങ്ങാം. എന്നിട്ട് നമ്മുടെ ഈ കോണിക് സെക്ഷൻ്റെ ഇക്വേഷനെ 1 എന്ന് മാർക്ക് ചെയ്യാം. ഈ പ്രോബ്ലം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. Consider the parabola y square equal to 4ax. Let that equation be numbered 1. Mark it. Prove that 3 normals can be drawn to a parabola. 3 നോർമൽ വരയ്ക്കാൻ പറ്റും from any point in a plane. ഇപ്പം പ്ലെയിനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് HK എന്നോ x1 y1 എന്നോ എന്തെന്ന് വിളിക്കണമെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ലെറ്റ് P be a point in the plane. എന്ത് വിളിക്കണം? HK എന്ന് വിളിച്ചാൽ മതിയോ, അല്ലെങ്കിൽ x1 y1 എന്ന് വിളിക്കണം? എന്ത് വിളിക്കണം? ചുമ്മാ ഒരു പോയിന്റ് പ്ലെയിനിലെ ഫിക്സ്ഡ് പോയിന്റ്. ആ പോയിന്റ് തന്നിട്ടുണ്ട്. HK എന്ന് എടുക്കട്ടെ. എക്സും x1 ഒക്കെ കൂടി മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. XY എന്ന് പറയുന്നത് നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻസിലെ വേരിയബിൾസ് ആണ്. ഇവിടെ HK എന്ന് പറയുന്ന പോയിന്റ് ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ x1 y1 എടുക്കാതിരുന്നതാണ്. നിങ്ങൾക്കിനി ആ x1 കൂടെ ഒക്കെ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇവിടെ നോട്ടിലും അങ്ങനെ തന്നെയാണ് HK എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങളായിക്കോട്ടെ. നമുക്ക് ആൻസർ നോക്കണ്ട, ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെ HKയിൽ നിന്ന് ഈ പരാബോളയിലേക്ക് 3 നോർമൽ വരയ്ക്കാൻ പറ്റുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. തീർന്നിട്ടില്ല, പിന്നെയും എന്തോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ദ സം ഓഫ് ദി ഓർഡിനേറ്റ്സ് ഓഫ് ദി ഫീറ്റ് ഓഫ് ദ നോർമൽസ്. സം ഓഫ് ദി ഓർഡിനേറ്റ്സ്. ഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു, ഓർഡിനേറ്റ് എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ആണ്. ഒരു പോയിന്റിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ x കോർഡിനേറ്റിനെ പറയുന്ന ഒരു പേരാണ് ആബ്സിസ. y കോർഡിനേറ്റിനെ ഓർഡിനേറ്റ് എന്നും പറയും. അപ്പോൾ സം ഓഫ് ദി ഓർഡിനേറ്റ്സ് ഓഫ് ദി ഫീറ്റ് ഓഫ് ദി നോർമൽസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന്, അപ്പൊ ഏത് പോയിന്റ്സിന്റെ കാര്യമാണാവോ? ഓർഡിനേറ്റ്സിന്റെ കാര്യമാണ് പറയണേ. ഈ പോയിന്റിൽ നിന്ന് പരാബോളയിലേക്ക് 3 നോർമൽ വരക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് എങ്ങനെയാണോ വരയ്ക്കുന്നതെന്ന് എനിക്ക്
ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ വരക്കാം കേട്ടോ, ഇത് നോർമലായിട്ടൊന്നും തോന്നണില്ല. 3 നോർമൽ വരയ്ക്കാൻ പറ്റും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. 3 നോർമൽ വരയ്ക്കാൻ പറ്റും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പറ്റുമെന്നങ്ങ് വിചാരിക്കുകയാണ്. പിന്നൊരു നോർമൽ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല, നോർമലായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചുമ്മാ വെറുതെ ഇങ്ങനെ വരക്കാം കേട്ടോ, ഇത് നോർമലായിട്ടൊന്നും തോന്നണില്ല. 3 നോർമൽ വരയ്ക്കാൻ പറ്റുമെന്ന് വെറുതെ മാർക്ക് ചെയ്യാണ്. ഈ പോയിന്റ്സിനെ ഞാനിപ്പോൾ പേര് വിളിച്ചാൽ സേ ക്യു ആർ എസ് എന്ന് വിളിച്ചാൽ അതെന്തായാലും ഇങ്ങനെ ഒരു സൈഡിൽ തന്നെ ആയിരിക്കില്ല. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, അങ്ങനെ ആയിരിക്കേണ്ടതാണ്, ഇങ്ങനെ ആവേണ്ടതാണ്. ഞാൻ വരച്ചേക്കുന്നതിൻ്റെ പ്രശ്നമാണ്. എന്തായാലും ഇപ്പം അങ്ങനെ കേട്ടെ, നമുക്കത് പ്രൂവ് ചെയ്യാം. ഇതിൻ്റെ ഈ പോയിന്റ്സിൻ്റെ ഓർഡിനേറ്റ്സ്, അപ്പം ഇത് 3 പരാബോളയിലെ പോയിന്റ്സ് ആണല്ലോ. അപ്പം നമുക്ക് അതിനെ ഒരെണ്ണത്തിന് T1 മറ്റേതിനെ T2 മറ്റേതിനെ T3 എന്ന് വിളിക്കാം. ഇവരുടെ ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 2a T1, അടുത്ത പോയിന്റിന്റെ ഓർഡിനേറ്റ് 2a T2, എസിന്റെ ഓർഡിനേറ്റ് 2a T3. ഇവരുടെ പ്രോഡക്റ്റ് ആണോ എന്താണോ ചോദിച്ചേ, സം ഓഫ് ദി ഓർഡിനേറ്റ്സ് ഓഫ് ദി ഫീറ്റ് ഓഫ് ദ നോർമൽസ്. ഈ നോർമൽസിന്റെ ഫീറ്റ് എന്ന് പറയുന്ന ഈ പിയിൽ നിന്നുള്ള നോർമൽസിന്റെ ഫീറ്റ് എന്ന് പറയുന്നത് പരാബോളനെ ഏത് പോയിന്റിലെ മീറ്റ് ചെയ്യണേ അതാണല്ലോ അടുത്ത അതിന്റെ ഫൂട്ട് അല്ലേ. അപ്പൊ ക്യൂവും ആറും എസ് ഒക്കെയാണ് ഫീറ്റ് ഓഫ് ദി നോർമൽസ്. ക്യൂവിന്റെ ആറിന്റെ എസിന്റെയും ഓർഡിനേറ്റ്സിന്റെ സം എന്താന്ന് പ്രൂവ് ചെയ്യണം, 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാ ഈ പ്രോബ്ലം ചെയ്തു തുടങ്ങുക? ആദ്യം കൺസിഡർ ദി പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4ax. പിന്നെ ഒരു പോയിന്റ് അല്ലേ, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് p is equal to hk be a point in the plane എടുത്തു. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പിയിൽ നിന്ന് പരാബോളയിലേക്ക് 3 നോർമൽസ് വരയ്ക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നോർമൽ ഇക്വേഷൻ, പരാബോളയുടെ നോർമൽ ഇക്വേഷൻ, ഇത് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതല്ലാണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടും ചെയ്യാട്ടോ. ഞാനിപ്പോ എല്ലാം പാരാമെട്രിക് വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ. നോർമൽ ഇക്വേഷൻ എന്താണ്? പരാബോളയുടെ നോർമൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y പ്ലസ് എക്സ് ടി ഈസ് ഈക്വൽ ടു 2at പ്ലസ് atq. This is the equation of normal, or this is the equation of normal for any value of t. For any value of, for a particular value of t between minus infinity and plus infinity, this equation, equation number 2, represents the normal to the parabola at the point at square to at. ഈ നോർമൽ എച്ച് കെ എന്നുള്ള ഫിക്സ്ഡ് പോയിന്റ് കൂടെ, പി എന്നുള്ള പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന എത്ര നോർമൽസ് ഉണ്ടെന്നാണ് വേണ്ടത്. ഏത് വാല്യൂ ഓഫ് ടിക്കും ഇക്വേഷൻ 2 is a normal to the parabola. Okay, this equation 2 is a normal to the parabola y square equal to 4ax for any value of t belongs to minus infinity infinity, അല്ലെങ്കിൽ for any value of t belongs to r, script r, the set of real numbers. Now we have to prove that there are only, അല്ലെങ്കിൽ there are exactly 3 normals drawn to the parabola from the fixed point hk in the plane. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എച്ച് കെ കൂടെ ഈ നോർമൽ പാസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ നോർമൽ എച്ച് കെയിൽ നിന്നുള്ള നോർമൽ ആവണമെങ്കിൽ, അല്ലെങ്കിൽ എച്ച് കെ കൂടെ ഈ നോർമൽ പാസ് ചെയ്യണമെങ്കിൽ എനിക്ക് പറയാം 2 passes through hk if and only if the coordinates of p satisfies this equation.
if and only if y plus xt എന്നുള്ളതിന് പകരം k plus ht equals 2at plus atq അല്ലേ? അങ്ങനത്തെ എത്ര വാല്യൂ ഓഫ് ടി കിട്ടും? atq plus a minus h into t minus k equal to 0 എന്നുള്ള ഇക്വേഷന് ഇതിൽ നിന്ന് ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ആൻഡ് ഫോർ ദോസ് വാല്യൂസ് ഓഫ് ടി ഇക്വേഷൻ 2 is a normal to the parabola which also passes through the point p is equal to hk. ഇങ്ങനെ ടിക്ക് എത്ര വാല്യൂ കിട്ടും? 3 വാല്യൂ കിട്ടും. എന്താ കാര്യം? ഈ ഇക്വേഷനിൽ നോക്കിക്കേ, ഇതിൽ വേരിയബിൾ എന്താണ്? ടി ആണ് അറിയാൻ പാടില്ലാത്ത. എ അറിയാം ഫ്രം ദി ഇക്വേഷൻ ഓഫ് പരാബോള, എ ഈസ് നോൺ ഫോക്കൽ ലെങ്ത്. പിന്നെ എച്ചും കെയും ഗിവൺ പോയിന്റ് ഇൻ ദ പ്ലെയിൻ്റെ ഓർഡിനേറ്റ്സ് ആണ്, അതും നോൺ നമ്പേഴ്സ് ആണ്, അറിയാവുന്ന വാല്യൂസ് ആണ്. പിന്നെ ഇവിടുത്തെ അൺനോൺ എന്ന് പറയുന്നത് ടി ആണ്. ആൻഡ് ദിസ് ഇസ് എ ക്യൂബിക് ഇക്വേഷൻ, third degree polynomial equation in T, and so that it gives 3 values, 3 roots in general. In general, like complex roots ആവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. In general, there are 3 roots for this equation. Okay, so each of the values of t, each of the values of t when substituted in equation number 2 will give you a normal to the parabola passing through the point hk. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആദ്യത്തെ പാർട്ട് പ്രൂവ്ഡ് ആയി. എന്താണ്? 3 normals can be drawn എന്നുള്ളത് കിട്ടി. കാരണം ഇക്വേഷൻ ഓഫ് നോർമൽ is y plus xt is equal to 2at plus atq. And if this normal passes through the point hk, we will get a condition that k plus ht is equal to 2at plus atq, which is a cubic equation in t, and hence it gives 3 values for t, say t1, t2 and t3, each of which when substituted in equation number 1, അല്ലെ നമ്മൾ എഴുതിയതിൽ equation number 2 ആണ്. ഇവിടെ എഴുതിയിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ഇക്വേഷൻ നമ്പർ 1 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളായിക്കോട്ടെ, ഇക്വേഷൻ each of which when substituted in the equation of normal will give you a normal to the parabola through the point hk. Thus feet of the normals അല്ല, അതിന് മുന്നേ എഴുതേണ്ടത് ഇങ്ങനെ എഴുതണം. Thus 3 normals can be drawn to the parabola from any point from the point hk in the plane. 3 normals can be drawn from a given point hk in the plane to the parabola. So that is proved. Now we have to prove sum of the ordinates of the feet of the normals is 0. That is, we have to prove എന്തൊക്കെയാണ് ഇവിടുത്തെ ഫീറ്റ് ഓഫ് ദ നോർമൽസ് എന്ന് പറയുന്നത്. ഇഫ് ദിസ് ഇക്വേഷൻ ഗിവ്സ് യു 3 roots for the variable t, let t1, t2 and t3. t1, t2, t3 ആണ് ഈ ഇക്വേഷൻ നമ്പർ 2 നിന്ന് കിട്ടുന്ന റൂട്ട്സ് എങ്കിൽ, ഇവിടത്തെ കേട്ടോ ഇക്വേഷൻ നമ്പർ 2 എങ്കിൽ ഇവിടെ നമുക്ക് 3 വാല്യൂസ് കിട്ടുകയാണെന്ന് വെച്ചോളൂ. പി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നോർമലിൻ്റെ ഇക്വേഷൻ കിട്ടും അല്ലേ. നോർമൽ അറ്റ് t1, t2 ആൻഡ് t3, 3 പോയിന്റ്സിലെ നോർമൽസും എന്താണ്? they are normals passing through the point hk. അപ്പോൾ എച്ച് കെയിൽ കൂടെ പാസ് ചെയ്യുന്ന 3 നോർമൽസിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. y plus xt1 is equal to 2at1 plus at1 cube. അതുപോലെ തന്നെ y plus xt2 is equal to 2at2 plus at2 cube. y plus xt3 is equal to
2a t3 plus at3 ക്യൂബ്. നമുക്ക് വേണ്ടത് ഈ ഫൂട്ട് ഓഫ് ദി നോർമൽസിന്. ഈ നോർമൽസ് ഒക്കെ എവിടുത്തെ നോർമൽസ് ആണ്? നോർമൽ അറ്റ് T1, നോർമൽ അറ്റ് T2, നോർമൽ അറ്റ് T3. T1 എന്ന് പറയുന്നത് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് AT1 സ്ക്വയർ ടു AT1. T2 എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് AT2 സ്ക്വയർ പ്ലസ് AT2 സ്ക്വയർ ടു AT2. T3 എന്ന് പറയുന്നത് AT3 സ്ക്വയർ ടു AT3. അപ്പൊ ഈ പോയിന്റ്സിന്റെ ഒക്കെ ഓർഡിനേറ്റ്സ് എന്താണ്? 2AT1, 2AT2, 2AT3. ഈ മൂന്ന് ഓർഡിനേറ്റ്സിന്റെയും സം 2AT1 പ്ലസ് T2 പ്ലസ് T3 അതാണ് 0 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ T1 T2 T3 ഒക്കെ പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇതാണ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. T1 T2 T3 പറ്റിയൊക്കെ എന്താ നമുക്ക് അറിയാവുന്നേ? T1 T2 T3 ഈ ഇക്വേഷന്റെ, ഞാൻ ഈ ഇക്വേഷനെ സ്റ്റാർ എന്ന് വിളിച്ചാൽ ഈ ഇക്വേഷൻ സ്റ്റാറിന്റെ റൂട്ട്സ് ആണ്. ഇക്വേഷൻ സ്റ്റാർ ഇസ് എ ക്യൂബിക് ഇക്വേഷൻ. ഒരു ക്യൂബിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് T1 T2 T3. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് റൂട്ട്സ് എന്താണെന്ന് എക്സാക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിൽ പോലും from the coefficients of the equations we can derive something, or we can conclude something about the roots അല്ലേ? നമുക്ക് പോളിനോമിയൽ ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസ് നോക്കിയിട്ട് നമുക്ക് റൂട്ട്സിന്റെ സം പറയാം, പ്രോഡക്റ്റ് പറയാം, എല്ലാം അതൊക്കെ അറിയാം. നമ്മൾ തിയറി ഓഫ് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അറിയാവുന്നത് നമുക്ക്? ഈ ഇക്വേഷൻ സ്റ്റാർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് തന്നിട്ടില്ലെങ്കിൽ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് രണ്ട് റൂട്ട്സ് ഉണ്ട്, ആൽഫയും ആൽഫ ആൻഡ് ബീറ്റ. ഈ ആൽഫയും ബീറ്റയെ പറ്റി എന്താ നമുക്കറിയാവുന്നേ? ആൽഫ ബീറ്റയുടെ സം എഴുതാൻ പറ്റും. ആൽഫ പ്ലസ് ബീറ്റ എന്താണ്? മൈനസ് b ബൈ a ആണ്. ആൽഫ ഇൻറ്റു ബീറ്റ c ബൈ a ആണ് അല്ലേ? അതുപോലെ ഒരു ക്യൂബിക് ഇക്വേഷൻ തന്നാൽ ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d ഈക്വൽ ടു 0 എന്നുള്ള ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ, ക്യൂബിക് ഇക്വേഷന് 3 റൂട്ട്സ് ഉണ്ട്, ആൽഫ ബീറ്റ ആൻഡ് ഗാമ. ഈ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ നമുക്ക് ഈ ഇക്വേഷന്റെ കോഎഫിഷ്യൻസിൽ നിന്ന് എഴുതാം. എന്താണ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ? മൈനസ് b ബൈ a ആണ് അല്ലേ? എന്താണ് ഈ രണ്ടെണ്ണം വീതമുള്ള പ്രോഡക്റ്റിന്റെ സം? ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ബീറ്റ ഗാമ c ബൈ a ആണ്. അതുപോലെ മൂന്നെണ്ണവും കൂടെ ആൽഫ ബീറ്റ ഇൻറ്റു ഗാമ മൈനസ് d ബൈ a ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ T1 T2 T3യും ഇക്വേഷൻ നമ്പർ സ്റ്റാറിന്റെ റൂട്ട്സ് ആണെങ്കിൽ, from the coefficients of equation star we can find out the value of T1 plus T2 plus T3. This is the sum of the coefficients. So you can write T1 plus T2 plus T3 is, since T1, T2 and T3 are the roots of the cubic equation star, T1 plus T2 plus T3 is the negative of coefficient of t square divided by coefficient of t cube in equation star. ഇനി coefficient of t cube എന്താണ്? coefficient of t square എന്താണ് equation starൽ? coefficient of t cube is at cube എന്നാണ്. coefficient of t square ഒരു ടേം ഈ equation starൽ ഇല്ല. t ക്യൂബിന്റെ ടേം ഉണ്ട്, പിന്നെ ടിയുടെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ടി സ്ക്വയറിന്റെ ടേം ഇല്ല അല്ലേ? അപ്പൊ ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 0 ആണ്. അപ്പൊ ഇത് 0 ആണ്. സോ ദാറ്റ് 2a ഇൻറ്റു T1 പ്ലസ് T2 പ്ലസ് T3 എന്ന് പറയുന്നതും 2a ഇൻറ്റു 0. സോ ദാറ്റ് ഇസ് 0 എന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ വി ഹാവ് പ്രൂവ്ഡ്
കോഎഫിഷ്യന്റ് ഓഫ് ടി സ്ക്വയർ എന്താണ് സം ഓഫ് ദി ഓർഡിനേറ്റ്സ് ഓഫ് ദി ഫീറ്റ് ഓഫ് ദി നോർമൽസ് ഈസ് 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് പ്രോബ്ലം. ഇഫ് ദ കോഡ് ജോയിനിങ് 2 points whose eccentric angles are eccentric angle എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണേ എന്താണെന്ന്. Alpha and beta on the ellipse x square by a square plus y square by b square equal to 1 cuts the major axis at a distance d from the center. Show that എന്താണ്ടും ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ല മനസ്സിലായോ? ഇത് പൊതുവേ നമുക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ല അല്ലേ. ഇപ്പൊ എല്ലാ പ്രോബ്ലം നമ്മൾ 2 പ്രാവശ്യം വായിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യം വായിക്കുമ്പോൾ പിടികിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാവുന്നത്, നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ പേപ്പറിൽ അടുത്ത ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നു പ്രോബ്ലം. അപ്പോഴേക്കും നമ്മൾ വരച്ചോണ്ടാണ് കേട്ടോ വായിക്കാൻ പോണേ. അപ്പൊ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഇഫ് ദ കോഡ് ജോയിനിങ് 2 points whose eccentric angles are alpha and beta on the ellipse. അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് തപ്പി നോക്കുന്നത് എന്താണ്, ഇത് ഏത് കോണിക് സെക്ഷനെ പറ്റിയാണ് ഇവിടെ പറയണേന്നുള്ളത് ഏറ്റവും ആദ്യം ഒന്ന് ഓവറോൾ ഇങ്ങനെ വായിക്കുമ്പം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ എലിപ്സിനെ പറ്റിയാണ് പറയുന്നത്. എലിപ്സിന്റെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓൺ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ആൻസർ എഴുതാൻ തുടങ്ങുമ്പോൾ ഇപ്പൊ ഇവര് ഇവിടെ എഴുതിയേക്കണ എന്താ, കോഡ് ജോയിനിങ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയേക്കണേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോ ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കണേ. നിങ്ങൾ നോട്ട് എഴുതുമ്പോഴും അങ്ങനെ തന്നെ അങ്ങ് പോവാ. നമ്മൾ എന്താ ചെയ്യണേ, ആദ്യം ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏത് കോണിക് സെക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് ഏറ്റവും ആദ്യം നമ്മൾ പ്രോബ്ലം എഴുതാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്, കൺസിഡർ ദ എലിപ്സ്. ഇവിടെ ഏത് എലിപ്സിന് പെർട്ടിക്കുലർ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാറിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നമ്മൾ ഇങ്ങനെയാണ് എഴുതാൻ തുടങ്ങുന്നത്. കൺസിഡർ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഈ ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആണ് കേട്ടോ പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഇഫ് ദ കോഡ് ജോയിനിങ് 2 points whose eccentric angles are alpha and beta. അപ്പൊ നമുക്കറിയാം കോഡ് ജോയിനിങ് 2 pointsനെ പറ്റിയാ പറയണേ. അപ്പൊ നമുക്കറിയാം എലിപ്സില് ഒരു പോയിന്റിന്റെ, ഇപ്പൊ ഞാൻ എലിപ്സിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്, എ കോസ് തീറ്റ ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്താൽ ആ തീറ്റ എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയണത്, അതിന്റെ എക്സെൻട്രിക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2 പോയിന്റ്സിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ആ പോയിന്റ്സിനെ പി ക്യൂ എന്ന് വിളിക്കുകയാണെങ്കിൽ, സിൻസ് ദീസ് ആർ പോയിന്റ്സ് ഓൺ ദി എലിപ്സ് വി ക്യാൻ ടേക്ക് A is equal to P is equal to some A cos theta plus B sin theta. അതുപോലെ ക്യൂവിനെ എനിക്ക് A cos സംതിങ് B sin സംതിങ് എന്ന് എഴുതാം. ഇവിടെ ആംഗിൾ, ആ പാരാമീറ്ററിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ആ പോയിന്റ്സിന്റെ പാരാമീറ്റർ എക്സെൻട്രിക് ആംഗിൾ ആണ് ആൽഫയും ബീറ്റ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റിന് നമുക്ക് A cos ആൽഫ B sin ആൽഫ. ആൽഫ എക്സെൻട്രിക് ആംഗിൾ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്ത പോയിന്റ് എ കോസ് ബീറ്റ ബി സൈൻ ബീറ്റ. ഈ 2 പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന കോഡ് പി ക്യു. ഞാൻ വരക്കുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ട്. കോഡ് പി ക്യുവിനെ പറ്റിയാണ് പറയുന്നത്. ഇഫ് ദ കോഡ് ജോയിനിങ് 2 points whose eccentric angles are alpha and beta on the ellipse x square by a square plus y square by b square is equal to 1. ബാക്കി cuts the major axis at A. അപ്പൊ ഞാൻ വരച്ചത് ഇതെവിടെ പോയി കട്ട് ചെയ്യാനാണോ എന്തോ. മേജർ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് വേണ്ട, കുറച്ചും കൂടെ വേറെ തരത്തിൽ വരക്കായിരുന്നു അല്ലേ. മേജർ ആക്സിസിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ വരക്കായിരുന്നു. കുഴപ്പമില്ല, ഇപ്പൊ വരച്ച പോലെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അതെവിടെയാണ് കട്ട് ചെയ്യണതെന്ന് വെച്ചാൽ ആ പോയിന്റിൽ ആ ലെങ്ത് ഡി എന്ന് കൊടുത്താൽ മതിയല്ലോ. കട്ട്സ് ദ മേജർ ആക്സിസ്. ഇവിടുത്തെ മേജർ ആക്സിസ് എന്ന് എന്താണ്? എലിപ്സിന്റെ കേസിൽ മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഫോക്കൽ ആക്സിസ് ആണ്. ഫോക്കസ് എവിടെയാണോ, ഫോക്കസ് ഈ നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് എലിപ്സിന്റെ ഫോക്കസ് എന്താണ്? C0 മൈനസ് C0 ഈ ഇവിടെയാണ് അല്ലെ, എക്സ് ആക്സിസിലാണ് ഫോക്കൽ ആക്സിസ്. അപ്പൊ ഈ PQ എന്നുള്ള കോഡ് മേജർ ആക്സിസിനെ, അതായത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിനെ പറ്റി എന്തോ പറയുന്നുണ്ട്. കട്ട്സ് ദ മേജർ ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദ സെന്റർ. സെന്റർ എന്താണ്? ഇവിടെ ഒറിജിൻ ആണ് സെന്റർ. നമ്മുടെ സ്റ്റാൻഡേർഡ് എലിപ്സിന്റെ സെന്റർ ഒറിജിൻ ആണ്. X² Y² + Y² V² = 1 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് എലിപ്സ് ആണ്. അതിന്റെ സെന്റർ ഒറിജിൻ ആണ്. ഒറിജിനിൽ നിന്ന് D ഡിസ്റ്റൻസിലാണ് മീറ്റ് ചെയ്യുന്നത്. അതായത് ഈ പോയിന്റ് വേറൊന്നുമല്ല, D0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാണ് ഷോ ദാറ്റ് tan α/2 tan β/2 ഈക്വൽസ് D - A/D + A. അതായത് ആൽഫയും ബീറ്റയും തമ്മിൽ ഒരു റിലേഷൻ ഡിറൈവ് ചെയ്തേക്കാണ് ഇൻ ടേംസ് ഓഫ് A, B ആൻഡ് D. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ തുടങ്ങും? എലിപ്സ് കൺസിഡർ ചെയ്തു. പിന്നെ നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ഗിവൺ ദാറ്റ് എന്താണ്? കോഡ് ജോയിനിങ് 2 പോയിന്റ്സ് ഓൺ ദി എലിപ്സ്. അപ്പോൾ 2 പോയിന്റ്സ് ആദ്യം കൺസിഡർ ചെയ്യുന്നു അല്ലെ. കൺസിഡർ 2 പോയിന്റ്സ്. കൺസിഡർ പോയിന്റ്സ് P and Q. Let P and Q be 2 points on the ellipse with eccentric angles alpha and beta respectively. അങ്ങനെ തുടങ്ങാം. Let P and Q be 2 points on the ellipse. 1 എലിപ്സിന്റെ ഇക്വേഷൻ 1 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. With eccentric angles alpha and beta. That is P is equal to A cos alpha B sin alpha and Q is equal to A cos beta B sin beta. അത്ര എഴുതാം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? Given that the chord joining P and Q, given that chord PQ cuts the major axis. മേജർ ആക്സിസിന്റെ ബ്രാക്കറ്റിൽ ഇവിടെ എക്സ് ആക്സിസ് ആണ് എന്നുള്ളത് എഴുതാം. മേജർ ആക്സിസ് ബ്രാക്കറ്റിൽ ദാറ്റ് ഇസ് എക്സ് ആക്സിസ് ഇൻ ദിസ് കേസ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് എന്ത് എഴുതാം? മേജർ ആക്സിസിനെ കട്ട് ചെയ്യുന്ന എവിടെയാണ്? അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദ സെന്റർ. ദാറ്റ് ഇസ് അറ്റ് ദ പോയിന്റ് D0. അത്രയും തന്നിട്ടുണ്ടെന്ന് എഴുതാം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ കോഡ് PQ കട്ട്സ് ദി ഫോക്കൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദി സെന്റർ മീൻസ് ഒറിജിൻ. അതായത് കോഡ് PQ കട്ട്സ് ദി എക്സ് ആക്സിസ് അറ്റ് ദ പോയിന്റ് D0. ഓക്കെ, കോഡ് PQന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം ഇൻ ടേംസ് പാരാമെട്രിക് കോർഡിനേറ്റ്സിന്റെ ടേംസിൽ എഴുതാം. അതായത് ഇൻ ടേംസ് ഓഫ് ദി എക്സെൻട്രിക് ആംഗിൾസ് ഓഫ് ദി പോയിന്റ്സ് നമുക്ക് കോഡിന്റെ ഇക്വേഷൻ എഴുതാം. ആൻഡ് ആ കോഡ് PQ പാസസ് ത്രൂ ദ പോയിന്റ് D0 എന്നുള്ളത് തന്നിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കിട്ടുമായിരിക്കണം. പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് tan α/2 tan β/2 is equal to D - A/D + A എന്നാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം കോഡ് PQന്റെ ഇക്വേഷൻ എഴുതുന്നു. കോഡ് PQന്റെ ഇക്വേഷൻ ഞാനിവിടെ നോട്ടിൽ എഴുതിയേക്കണം, നിങ്ങൾ നോക്കുക. കോഡ് PQന്റെ ഇക്വേഷൻ എന്താണ്? x/a cos alpha plus beta/2 plus y/b sin alpha plus beta/2 equal to cos alpha minus beta/2. ഇതാണ് കോഡ് PQന്റെ ഇക്വേഷൻ. പിന്നെ കോഡ് PQനെ പറ്റി നമുക്ക് എന്താ അറിയാവുന്നത്? കോഡ് PQ passes through the point D0. അതായത് D0 എന്നുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, കോഡ് PQന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദിസ് പോയിന്റ് cuts the major axis at the distance D from the center, so that D0 is a point on this line. So it satisfies this equation. That means x ന് പകരം D യും y ക്ക് പകരം 0 യും ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്താ വരിക? ആദ്യത്തെ ടേം D/A അല്ലേ, cos alpha plus beta/2, D/A cos alpha plus beta/2. പിന്നെ y/b എന്നുള്ളിടത്ത് 0 വരും. അപ്പോൾ ആ സെക്കൻഡ് ടേം ഉണ്ടാവില്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ വി വിൽ ഗെറ്റ് cos alpha minus beta/2. അതായത് D/A cos alpha plus beta/2 equal to cos alpha minus beta/2 എന്ന് കിട്ടും. അതായത് D/A equal to cos alpha minus beta/2 cos alpha plus beta/2 എന്ന് കിട്ടും. പക്ഷെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് വേറെന്തോ ആണ്.
tan alpha by 2 tan beta by 2 equal to d minus a by d plus a. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ കിട്ടിയിരിക്കുന്നതിൽ നിന്ന് ഇവിടെ നമുക്ക് d by a is equal to something എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കണേ. നമ്മൾ ഈ പ്രൊപ്പോർഷൻസിൻ്റെ ചാപ്റ്റർ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അല്ലേ? പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ സൊല്യൂഷൻസ് ഓഫ് ട്രയാങ്കിൾസിലാണോ പഠിച്ചേക്കണമെന്ന് അറിയില്ല. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ പഠിച്ചിട്ടില്ലെങ്കിലും പോട്ടെ, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഒരു റേഷ്യോ, ഒരു പ്രൊപ്പോർഷൻ, ഒരു റേഷ്യോ വേറെ ഒന്നിനോട് ഈക്വൽ ആണെന്ന് വിചാരിക്കും. എങ്കിൽ ഇങ്ങനെ, അതായത് എ മൈനസ് ബി ബൈ എ പ്ലസ് ബി എന്നോ അല്ലെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്നോ പറയുന്നത് സി പ്ലസ് ഡി ബൈ സി മൈനസ് ബിനോട് ഈക്വൽ ആയിരിക്കും. ഇത് പഠിച്ചിട്ടുള്ളതായിട്ട് ഓർക്കണ്ടോ? അല്ലെങ്കിൽ ഇത് വിശ്വാസം ഇല്ലെങ്കിൽ, എനിക്കും വലിയ ഉറപ്പൊന്നും തോന്നണില്ല, ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. ഇതിങ്ങനെ ഇത് ശരിയാണോ എന്ന് നോക്കിയാൽ മതി. അതെങ്ങനെ ശരിയാണോ നോക്കും? ലൈക്ക് ഇത് അസ്യൂം ചെയ്യാം, സപ്പോസ് ദിസ് ഇസ് ട്രൂ, എന്നിട്ട് ഇത് ചെക്ക് ചെയ്യണം. ഇത് ട്രൂ ആണ് അസ്യൂം ചെയ്യാം. ഇത് ട്രൂ ആണെന്ന് വെച്ചാൽ അർത്ഥം എ ഡി എന്ന് പറയുന്നത് ബി സി ആണ്, എ ഡി ഇസ് ഈക്വൽ ടു ബി സി ആണ്. എന്നിട്ട് ഇത് ചെക്ക് ചെയ്യാണ്. ഇത് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി ഇൻറ്റു സി മൈനസ് ഡി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ എ മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ഡിയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് രണ്ട് ഈക്വൽ ആണോ നോക്കണം. അപ്പം ഇത് നോക്കുമ്പോൾ എ സി മൈനസ് എ ഡി അല്ലേ, പ്ലസ് ബി സി മൈനസ് ബി ഡി അല്ല ഡി സ്ക്വയർ, ഇത് തെറ്റിപ്പോയോ? എ പ്ലസ് ബി ആണല്ലേ. അപ്പം ഞാൻ എന്താ എഴുതിയത്? എ സി മൈനസ് എ ഡി പ്ലസ് ബി സി മൈനസ് ബി ഡി. ഇതിൽ എ ഡി ഇസ് ഈക്വൽ ടു ബി സി ആണ്, എ ഡി ഇസ് ഈക്വൽ ടു ബി സി ആണ്. അപ്പം ഇത് കട്ട് ചെയ്ത് പോയി. ഓക്കെ, രണ്ടാമത്തെ എ മൈനസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ചെയ്യുവാണെങ്കിൽ എ സി പ്ലസ് എ ഡി മൈനസ് ബി സി മൈനസ് ബി ഡി. ഇതിൽ എ ഡി ഇസ് ഈക്വൽ ടു ബി സി ആയതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് പോയി, എ സി മൈനസ് ബി ഡി എന്ന് കിട്ടി. അപ്പോൾ രണ്ട് എ സി മൈനസ് ബി ഡി എന്ന് കിട്ടി. അപ്പോൾ രണ്ട് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇത് ഈക്വൽ ആണ്. അതായത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി വിൽ ബി ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. അല്ലെങ്കിൽ എ മൈനസ് ബി ബൈ എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ എനിക്ക് പറയാം എ മൈനസ് ബി ബൈ എ പ്ലസ് ബി എന്ന് പറയാം. ഇവിടെ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള, അങ്ങനെയല്ലേ? നോക്കിയേ, ഡി മൈനസ് എ ബൈ ഡി പ്ലസ് എ, അതിൽ ഡി ബൈ എ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഡി ബൈ എ ഈസ് ഈക്വൽ ടു കോസ്, മറന്നുപോയി എന്താ കിട്ടിയെന്ന്, കോസ് ആൽഫ മൈനസ് ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എ ബൈ ബി ഈസ് ഈക്വൽ ടു സംതിങ് ബൈ സംതിങ് ആണെങ്കിൽ, ഡി ബൈ ഈസ് ഈക്വൽ ടു ഇതാണെങ്കിൽ ഡി മൈനസ് എ ബൈ ഡി പ്ലസ് എ വിൽ ബി ഈക്വൽ ടു ദെൻ ബൈ റൂൾസ് ഓഫ് പ്രൊപ്പോർഷൻസ് ഡി ബൈ ബൈ ഡി മൈനസ് എ ബൈ ഡി പ്ലസ് എ വിൽ ബി ഈക്വൽ ടു കോസ് ആൽഫ മൈനസ്, ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡ് ചെയ്ത അതേ പ്രോസസ്. ഇപ്പൊ ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ആണെങ്കിൽ ഇവിടെ അത് തന്നെ ചെയ്യാം. ന്യൂമറേറ്റർ മൈനസ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ പ്ലസ് ഡിനോമിനേറ്റർ ഈക്വൽ ആയിരിക്കും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ട്രിഗ്നോമെട്രിക് റിസൾട്ട്സ് യൂസ് ചെയ്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. കോസ് ആൽഫ മൈനസ് ബീറ്റ ബൈ 2 മൈനസ് കോസ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2. അപ്പോൾ കോസ് എ മൈനസ് ബി അല്ലേ, എ മൈനസ് ബി ആണിത്, മൈനസ് കോസ് എ പ്ലസ് ബി. എന്താണത്? അതുപോലെ താഴത്തത് കോസ്, എവിടെ താഴത്തെ ടേമും കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി. അപ്പോൾ നമുക്കറിയാം കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ചെയ്യുമ്പോഴത്തേക്കും 2 ടൈംസ്
കോസ് അല്ലേ, രണ്ടാമത്തെ ടേം കട്ട് ചെയ്തു പോകും. കോസ് എ കോസ് ബി വരും. അതേസമയം കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി ആണ് ചെയ്യണമെങ്കിൽ -2 സൈൻ എ സൈൻ ബി വരും. ഇവിടെ ഇപ്പോൾ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആകുമ്പോൾ ആ മൈനസ് ഉണ്ടാവില്ല. 2 സൈൻ എ സൈൻ ബി വരും. ഈ 2 കട്ട് ചെയ്ത് കളയാം. സൈൻ ആൽഫ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ബൈ 2 എന്നുള്ളതിനെ എനിക്ക് ടാൻ ആൽഫ ബൈ 2 എന്ന് എഴുതാം. സൈൻ ബീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് ബീറ്റ ബൈ 2 എന്നുള്ളതിനെ ടാൻ ബീറ്റ ബൈ 2 എന്ന് എഴുതാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ടാൻ ആൽഫ ബൈ 2 ഇൻറ്റു ടാൻ ബീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു ഡി മൈനസ് എ ബൈ ഡി പ്ലസ് എ. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? നമുക്ക് കിട്ടി. ഓക്കെ, സോ ദിസ് ഇസ് ദ ആൻസർ. ഇതേപോലെ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഇതിൽ ചിലർക്ക് ഭയങ്കര എളുപ്പമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്. ഇതിൽ ബാക്കി ഈ PDF-ലുള്ള ബാക്കി പ്രോബ്ലംസും കൂടെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെമിനാറായിട്ട് തരാം. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്നോട് പറയുക, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. ഓക്കെ.